അർച്ചന അതറിഞ്ഞാൽ ചിലപ്പോഴല്ല, ഉറപ്പായും ജീവിതത്തിൽ നിന്ന് അർച്ചന എനിക്ക് നഷ്ടമാവും. അതുകൊണ്ട് അർച്ചന അറിയാതെ അർച്ചനെ ട്രീറ്റ് ചെയ്യാന്നാണ് ഡോക്ടർ പറഞ്ഞു വരുന്നത്. അതിന് നിങ്ങളുടെ സഹകരണം വളരെ അത്യാവശ്യമാണ്. സച്ചിൻ ഞങ്ങളുടെ മകന് അർച്ചനയ്ക്ക് വേണ്ടി ഈ ത്യാഗം സഹിക്കുന്നതിന് ദൈവം ഫലം തരും. ഞങ്ങൾക്കും അർച്ചനയ്ക്കൊരു കുഞ്ഞുണ്ടാവണം എന്നല്ലാതെ വേറെ ഒരാഗ്രഹവും ഇല്ല. നാടായ നാട്ടിലെല്ലാം പോയി ഓരോ ക്ഷേത്രത്തിലും പൂജയും വഴിപാടുകളും പ്രാർത്ഥനകളുമായി നടക്കുന്നത് എൻ്റെ മോക്ക് കുട്ടികളുണ്ടായി കാണണമെന്നുള്ള ആഗ്രഹത്തിന്റെ പുറത്താണ്. ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് മാത്രം പറഞ്ഞാൽ മതി, ഞങ്ങൾ കൂടെ ഉണ്ടാവും. താൻ പാതി ദൈവം പാതി എന്നാണല്ലോ. അതുകൊണ്ട് ഏത് ക്ഷേത്രത്തിലെ എന്ത് വഴിപാടുകളായാലും ചെയ്യണം. മെഡിക്കൽ സയൻസിന്റെ ഫലങ്ങൾ ഉണ്ടാവും. അർച്ചന അറിയാതെ അർച്ചനയെ ട്രീറ്റ് ചെയ്യും. അർച്ചനയ്ക്ക് സച്ചിക്കും കുഞ്ഞുങ്ങളും ഉണ്ടാവും. ഈ ഒരു കാര്യമാണ് ഞങ്ങളുടെ തീരാ ദുഃഖം. അത് മാറുമെന്ന് ഇപ്പൊ പ്രതീക്ഷ വന്നു തുടങ്ങി. പ്രതീക്ഷകൾ തെറ്റില്ല. എനിക്കും അർച്ചനയ്ക്ക് കുഞ്ഞുങ്ങളുണ്ടാവും. ഞങ്ങളുടെ ആവശ്യം സത്യസന്ധമാണ്. ദൈവവും മെഡിക്കൽ സയൻസും ഒരുപോലെ തുണയ്ക്കുണ്ടാവും. ആഹാ, മാഡം ആയിരുന്നോ? പിന്നെ ആരെന്ന് കരുതി? ആരാണെന്നും കരുതിയില്ല എന്റെ പൊന്നോ. അല്ല, ഫോണിൽ വിളിക്കാതെ നേരിട്ട് വന്നതിന്റെ ഉദ്ദേശം പറഞ്ഞാട്ടെ. ഭാവി അമ്മായി അച്ഛൻ പറഞ്ഞു വിട്ടതാ എന്നെ. അങ്ങോട്ട് വന്നൊന്ന് കാണാൻ പറഞ്ഞു. സേതു സാറോ? സാറോ? വിവാഹം കഴിക്കാൻ പോകുന്ന ആളിന്റെ അച്ഛനെ സാറെന്നാണോ വിളിക്കുന്നത്? അതെ, ഇപ്പോഴേ അച്ഛാന്നോ അങ്കിളെന്നോ വിളിച്ച് ശീലിച്ചോ? അല്ല, സാർ എന്തിനാ ഇപ്പൊ എന്നെ കാണണമെന്ന് പറഞ്ഞേ? അതെനിക്കറിയില്ല. വേഗം ചെല്ലാൻ പറഞ്ഞു. കാര്യം എന്താന്ന് അവിടെ ചെന്ന് അന്വേഷിക്കൂ. സത്യം പറ, കാര്യം എന്താന്ന് നിനക്കറിയില്ലേ? സത്യമായിട്ടും എനിക്കറിയില്ല. പറയില്ലേ? ഇല്ലെന്നേ. ഒന്ന് പോയേ. നിന്റെ തമാശ കുറച്ച് കൂടുന്നുണ്ട്. അത് നിന്നെ സ്നേഹം കൊണ്ട് കെട്ടിക്കുന്ന കാര്യം നന്ദേട്ടനിലൂടെ ഈ വീട്ടിലെ എല്ലാവരുടെയും തീരുമാനമായി കഴിഞ്ഞു. അധികം വൈകാതെ അത് നടന്നൊന്നും വരും. ഞാനും നീ ഇവിടെ നിൽക്കുന്ന എന്തിനാന്നറിയാലോ. അപ്പൊ ആ ഉദ്ദേശം മറന്ന് മറ്റൊരു ബന്ധത്തിലേക്ക് പോയാലേ അത് അപകടം ചെയ്യും. അത് നിന്നെക്കാളും എനിക്ക്. എന്തെങ്കിലും പറഞ്ഞ് നാടുവിടെ നിവർത്തിയുള്ളൂ. അതുപോലെ എല്ലാം ഉറപ്പിക്കുന്നതിന് മുമ്പ് നീ ഇവിടുന്ന് പോണം. ഒരു സുപ്രഭാതത്തിൽ നീ ഈ നാട്ടിലേക്ക് വന്നതുപോലെ മറ്റൊരു സുപ്രഭാതത്തിൽ നിന്നെ ഇവിടെ ആരും കാണുകയും ചെയ്യരുത്. നിന്റെ സകല പരിപാടികളും പുറത്തുനിന്ന് മതി. നീ എല്ലാം പാക്ക് ചെയ്തിരുന്നോ? പോകാനുള്ള സ്ഥലവും സമയം ഞാൻ പറയാം. അത് പറ്റില്ല.
ഞാനിപ്പോ ഇവിടുന്ന് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. അത് ശരിയാവില്ല. അത് നീയല്ല തീരുമാനിക്കുന്നത്. ഞാൻ പറഞ്ഞപ്പോ നീ ഇവിടേക്ക് വന്നെങ്കില് ഞാൻ പറയുമ്പോ അതേപോലെ തിരികെ പോവുകയും വേണം. ഞാൻ നിന്റെ ജോലിക്കാരനാണോ അതോ നിന്നെ സ്നേഹിക്കുന്നയാളോ? ആദ്യം പറഞ്ഞതാണെങ്കിൽ നിന്നെ ഞാൻ അനുസരിക്കാം. അതല്ല രണ്ടാമത് പറഞ്ഞതാണെങ്കിൽ എന്റെ അഭിപ്രായത്തെ കൂടി നീ മാനിക്കണം. ഞാനും സ്നേഹം കൂടുതൽ അടുക്കുന്നതല്ലേ നിന്റെ വിഷയം. എങ്കിൽ നീ കേട്ടോ, ഞാൻ സ്നേഹയെ വിവാഹം കഴിക്കും. ഇവിടെ താമസം തുടരുകയും ചെയ്യും. പക്ഷെ ഒരുമിച്ച് ജീവിക്കുന്നത് നീയും ഞാനും. മനസ്സിലായില്ല അല്ലേ? ഇനി അങ്ങോട്ടുള്ള കഥാഗതി എന്താണെന്നുള്ളതിന്റെ വ്യക്തമായ ചിത്രം എന്റെ മനസ്സിലുണ്ട്. നല്ലവനായി നിന്നുകൊണ്ട് സ്നേഹയെ വിവാഹം കഴിക്കണം. അത് കഴിഞ്ഞ് നീ പറയുന്ന ദിവസം, നീ പറയുന്ന സമയം ഈ വീട്ടിലെ എല്ലാവരെയും നമ്മൾ കൊല്ലും. ഈ കുടുംബത്തിൽ പിന്നെ ബാക്കിയാവുന്നത് സേതുവിന്റെ മൂത്ത മകനായ നന്ദന്റെ ഭാര്യ അവന്തികയും ഇളയ മകൾ സ്നേഹയുടെ ഭർത്താവായ ധനുഷും മാത്രം. ഈ മുഴുവൻ സ്വത്തുക്കൾക്കും രണ്ടേ രണ്ട് അവകാശികൾ. ആ അവകാശികൾ പിന്നെ ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കും. ഞാൻ നിന്നോട് മുൻപ് പറഞ്ഞിട്ടില്ലേ, ഒരു തരി മണ്ണോ ഒരു തരി പൊന്നോ പുറത്തു പോകാൻ ഞാൻ സമ്മതിക്കില്ലെന്ന്. എന്റെ മനസ്സിൽ ഇപ്പോഴും അതൊക്കെ തന്നെയാ. അതിനിടയ്ക്ക് ഞാൻ നിന്നെ കളഞ്ഞിട്ട് പോകുന്നൊക്കെയുള്ള ചില നാലാംകട പെണ്ണുങ്ങളുടെ വിലയില്ലാത്ത സംശയങ്ങളൊക്കെ മനസ്സിലിട്ട് നീ എന്നോട് ഓരോന്നും പറഞ്ഞോണ്ട് വരരുത്. മനസ്സിലായോ? ഞാൻ എന്റെ ജീവിതത്തിൽ ഒരാളെ സ്നേഹിച്ചിട്ടുള്ളൂ. അയാളോടൊപ്പം ജീവിക്കൂ. ആ ആള് നീയാ. സ്നേഹിക്കുന്നവർക്കിടയിൽ വിശ്വാസക്കുറവ് വന്നാൽ ആ ബന്ധം നിലനിൽക്കാൻ വലിയ പാടാവന്തികെ. നീ എന്നും രാത്രി എൻ്റെ അടുത്ത് ഗുഡ് നൈറ്റ് പറഞ്ഞു പോകുമ്പോ മനസ്സിൽ വല്ലാത്ത വിഷമം തോന്നാറുണ്ട്. എനിക്കിഷ്ടപ്പെട്ട എന്നോടൊത്ത് ജീവിക്കേണ്ടവൾ മറ്റൊരാളോടൊപ്പം ഒരു മുറിയിൽ ബെഡ് ഷെയർ ചെയ്യുന്നത് ഓർത്തിട്ട്. എന്നിട്ട് ഈ നിമിഷം വരെ ഒരു പരാതിയോ അല്ലെങ്കിൽ ഒരു സംശയമായോ നിന്നോട് എപ്പോഴെങ്കിലും ഞാൻ സംസാരിച്ചിട്ടുണ്ടോ? നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ആലോചിക്കണ്ട. അങ്ങനെയില്ലെന്ന് എനിക്കറിയാം. അതെന്തുകൊണ്ടാണെന്ന് നിനക്കറിയോ? എനിക്ക് നിന്നെ അത്രയ്ക്ക് വിശ്വാസമുള്ളത് കൊണ്ട്. നമ്മുടെ ലക്ഷ്യത്തിലെത്താൻ വേണ്ടി. സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നു എപ്പോഴും പറഞ്ഞ പോരാ വന്തികെ. കുറച്ചൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഞാൻ പെട്ടെന്ന് സോറി. നിനക്ക് ഇത്രയും വിഷമമുണ്ടാവുമെന്ന് ഞാൻ കരുതിയില്ല. ഇപ്പൊ എനിക്ക് എല്ലാം മനസ്സിലായി. നീ ഇപ്പൊ പറഞ്ഞ പോലെയാണ് കാര്യങ്ങളെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. എല്ലാത്തിന്റെ അവസാനം ഇവിടെ ആരും ജീവനോട് അവസാനിക്കരുത്. ഈ സ്വത്തുക്കളൊക്കെ നമ്മുടെ കയ്യിൽ വരണം. നമുക്ക് ഒരുമിച്ച് ജീവിക്കണം. എനിക്കത്രേ ഉള്ളൂ. അതിനുവേണ്ടി നിനക്ക് എന്തും ചെയ്യാം. വിവാഹമെങ്കിൽ വിവാഹം. നിന്റെ ഇഷ്ടം പോലെ തന്നെ, നിന്റെ തീരുമാനം പോലെ തന്നെ നടക്കട്ടെ. നിന്നെ അവിടെ എല്ലാവരും കാത്തിരിക്കുക. എന്താന്നറിയില്ല. നീ അങ്ങോട്ട് വാ. അങ്ങനെ അതും പോയി. താൻ ഇത്രയും തമാശ പറയുന്ന അറിയില്ലായിരുന്നു കേട്ടോ. ഇപ്പോഴല്ലേ അതിനുള്ള അവസരം കിട്ടിയത്. ഇത്രയും നാളും ഞാൻ വൈസ് പ്രസിഡന്റ് മാത്രമായിരുന്നല്ലോ. ഇതിപ്പോ ഈ കുടുംബത്തിലൊരു അംഗത്തെ പോലെ ആയില്ലേ? പോലെ എന്നല്ല, ധനുഷ് ഈ കുടുംബത്തിലെ അംഗം തന്നെയാ. പലപ്പോഴും ധനുഷിന് അങ്ങനെ തോന്നുന്നില്ലെങ്കിൽ നമുക്കിത് ഉടനെ നടത്താനുള്ള ഏർപ്പാടുണ്ടാക്കണം.
എന്താ സച്ചി? അച്ഛനും ഏട്ടനും എല്ലാം തീരുമാനിച്ചാൽ മതി. അത് തന്നെ എൻ്റെയും തീരുമാനം. ധനുഷിന്റെ അഭിപ്രായം പറയും, കേക്കട്ടെ. നിങ്ങൾ എപ്പോ തീരുമാനിച്ചാലും ഞാൻ റെഡിയാ. ധനുഷിന്റെ വീട്ടുകാരോടൊക്കെ കാര്യം പറഞ്ഞോ? അവർക്കാർക്കും എതിർപ്പൊന്നുമില്ലല്ലോ? ഹേയ്, എന്റെ വീട്ടിൽ ആർക്കും ഒരു എതിർപ്പുമില്ല. ഞാനിത് പറഞ്ഞപ്പോ മുതല് അവർക്ക് സന്തോഷാ. അവരുടെ സമ്മതം കൂടി എല്ലാവരെയും അറിയിക്കാനും പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ ഒരു കാര്യം ചെയ്യാം. ആ, ധനുഷ് അച്ഛനോടും അമ്മയോടും സഹോദരിയോടും ഒക്കെ ഇതുവരെ ഒന്ന് വരാൻ പറയണം. നമുക്കിത് സംസാരിച്ചുറപ്പിക്കാം. എന്താ അച്ഛാ? അതെ, അവരോടൊന്ന് ഇവിടം വരെ വരാൻ പറയും. എല്ലാവരെയും ഒന്ന് കാണുകയും ചെയ്യാലോ. എല്ലാവരോടും നാളെ തന്നെ വരാൻ പറയട്ടെ. അയ്യോ, ഇനി അധികം നീട്ടണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ചോദിച്ചതാ. എങ്കിൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ, നാളെ തന്നെ വരാൻ പറയും. അല്ലെങ്കിൽ തന്നെ എന്തിനാ താമസിപ്പിക്കുന്നത്? ധനുഷ് ഒരു കാര്യം ചെയ്യും, ആ വീട്ടിൽ വിളിച്ച് നാളെ വരാൻ സൗകര്യം കാണുമെന്ന് ചോദിക്കും. ആ അയ്യോ, അവർക്കൊരു കുഴപ്പവും കാണില്ല. ഞാനെപ്പോ പറഞ്ഞാലും അവർ വരും. ഇതറിഞ്ഞപ്പോ മുതല് അവര് ഭയങ്കര സന്തോഷത്തിലാ. നാളെ തന്നെ ഞാൻ വരാൻ പറയാം. ഞാൻ ഇപ്പൊ തന്നെ അവരെ വിളിച്ച് ഈ കാര്യം അറിയിക്കാം. ആ, എന്താ നാളെ നമ്മുടെ ആളുകൾ എല്ലാവരും ഇവിടെ ഉണ്ടാവണം. ഒന്നിനും ഒരു കുറവും വരരുത്. ശരി അച്ഛാ. എന്താ നിങ്ങളുടെ ഉദ്ദേശം? എന്റെ ഉദ്ദേശം എന്താണോ അത് തന്നെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്റെ ഉദ്ദേശം എന്തൊക്കെയാണെന്ന് നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ. ഞാനിപ്പോഴും ഇവിടെ തന്നെ നിപ്പുണ്ട്. ഉദ്ദേശവും ലക്ഷ്യവും മറന്നിപ്പോ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് നീയാ. അതെ, ഞാൻ തന്നെയാ. എങ്ങനെയാ മാറിയത്? എന്റെ അറിവിൽ അവന്തികയ്ക്കും അനഘയ്ക്കും ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നുള്ളൂ. ആ ലക്ഷ്യം മറന്ന് മറ്റു പലതിലേക്കും പോയപ്പോഴാ ഞാൻ മാറിയത്. നന്ദനോടുള്ള പ്രതികാരം തീർക്കാനെന്നും പറഞ്ഞ് ധനുഷിനെ ഈ നാട്ടിലേക്ക് കൊണ്ടുവന്നു. കുടുംബത്തെ തകർക്കാൻ എന്നുള്ള പേരില് അവനെ ഈ വീട്ടിൽ താമസിപ്പിക്കാൻ അവനെ കൊണ്ട് നാടകം കളിപ്പിച്ചു. ഇപ്പതാ അവനെ സ്നേഹയെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ കൂട്ടു നിൽക്കുക. നിങ്ങൾ നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങൾക്കാ ഇതൊക്കെ ചെയ്യുന്നത്. അച്ഛനോട് ഇവിടെയുള്ളവർ എന്തേലും തെറ്റ് ചെയ്താ കള്ളക്കാമുകനെ വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചിട്ടാണോ നിങ്ങൾ പകരം തീർക്കുന്നത്? നിനക്കെന്നെ നന്നായിട്ട് അറിയാലോ. എനക്ക് എന്റെ പ്രതികാരം അറിയാം. അതിലേക്കെത്താൻ ഏതു വഴിയും അവന്തിക സ്വീകരിക്കും. ഏതു വഴിയും. ധനുഷിനെ കൊണ്ട് സ്നേഹയെ ഞാൻ വിവാഹം കഴിപ്പിക്കും. ധനുഷിന്റെ കുഞ്ഞിനെ ചിലപ്പോ സ്നേഹ പ്രസവിച്ചൊന്നും ഇരിക്കും. അതൊക്കെയാ ഇനി നീ തുടർന്ന് കാണാൻ പോകുന്ന രംഗങ്ങൾ. എന്റെ ഉദ്ദേശം നീ ചോദിച്ചില്ലേ? നേരത്തെ ആയിരുന്നെങ്കിൽ എന്റെ മനസ്സിലുള്ളത് മുഴുവൻ ഞാൻ നിനക്ക് പറഞ്ഞു തന്നെ. ഇനി അത് പറ്റില്ലല്ലോ. അതിലും ഭേദം ഞാനെല്ലാം അർച്ചനയോട് പോയി നേരിട്ട് പറയുന്നതല്ലേ. എന്റെ ആലോചനയും തീരുമാനങ്ങളും ഞാൻ മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല.
നിന്നെപ്പോലെ വേഗം മാറ്റാനായിട്ട് അവന്തികയ്ക്ക് പറ്റില്ല. അന്നും ഇന്നും എനിക്കൊരച്ഛനേ ഉള്ളൂ. പേര് വിനയചന്ദ്രനാ. എന്റെ കൺമുന്നിൽ കിടന്ന ആ മനുഷ്യൻ പിടഞ്ഞു മരിച്ചത്. അതിന് കാരണക്കാരാ ഇവിടെ ഉള്ളത്. അവരോടൊക്കെ ഞാൻ ക്ഷമിക്കണമെങ്കിൽ ഞാൻ അദ്ദേഹത്തിന്റെ മകളല്ലാണ്ടിരിക്കണം. എന്റെ പക തീർക്കാനും ഞാൻ വിചാരിക്കുന്നിടത്ത് കാര്യങ്ങൾ നിർത്താനും ചിലപ്പോ മാന്യത വിട്ടും അവന്തികയ്ക്ക് പെരുമാറേണ്ടി വരും. ഇപ്പോഴുള്ള എന്റെ മാന്യതയല്ല എനിക്ക് വലുത്, പിന്നീടുള്ള സന്തോഷമാ. നീ എന്റെ അമ്മയുടെ വയറ്റിൽ പറഞ്ഞോണ്ട് നിന്നോട് ഞാനൊരു കാര്യം ഇപ്പോഴേ പറഞ്ഞേക്കാം. എല്ലാത്തിനൊടുവിൽ അവന്തിക പക വീട്ടാൻ വേണ്ടി മുന്നിട്ടിറങ്ങുമ്പോ തടയുന്നത് പോയിട്ട് എന്റെ കൺമുന്നിൽ പോലും കാണരുത് നിന്നെ. രക്തം രക്തത്തെ തിരിച്ചറിയുമെന്ന തോന്നലിൽ എന്റെ മുന്നിലെങ്ങാനും വന്ന് നിന്നാ തലയുടലും വെവ്വേറെ കിടക്കുന്നുണ്ട്. അറിയാലോ നിനക്കെന്നെ? അറിയാം, നല്ല പോലെ അറിയാം. മുൻപ് നിങ്ങൾ പറഞ്ഞതൊക്കെ മഹാപാപങ്ങളായിരുന്നെങ്കിലും അതിൽ എന്നെയും നിങ്ങളെ ഉറപ്പിക്കുന്ന ഒരു കണ്ണി ഉണ്ടായിരുന്നു. നേരത്തെ നിങ്ങൾ പറഞ്ഞില്ലേ, വിനയചന്ദ്രൻ എന്ന് പറയുന്ന എന്റെയും നിങ്ങളുടെയും അച്ഛൻ. അന്നൊക്കെ നിങ്ങൾ പറയുന്നതൊക്കെ എന്നെ കൊണ്ടാവാത്ത പലതുമായിരുന്നു. എങ്കിലും കൂടെ ഞാൻ നിന്നത് അതിലും എവിടേക്കോ ഒരു ശരി ഞാൻ കണ്ടതുകൊണ്ടാ. പക്ഷെ നിങ്ങളുടെ വാക്കും പ്രവൃത്തിയും തമ്മില് ഒരു ബന്ധവും ഇല്ലാതായപ്പോഴാ ഞാൻ നിങ്ങളെ വെറുത്തതും നിങ്ങളിൽ നിന്ന് അകന്നതും. നേരത്തെ പറഞ്ഞില്ലേ, ഒരമ്മയുടെ വയറ്റിൽ കുരുത്ത കാര്യം. അതേ അമ്മയുടെ വയറ്റിൽ കുരുത്തത് കൊണ്ട് തന്നെ ഒരു കാര്യം ഞാൻ പറയാം. നിങ്ങൾ കരുതും പോലെ ഒന്നും നടക്കാൻ പോകുന്നില്ല. ധനുഷിന്റെയും സ്നേഹയുടെയും വിവാഹം നിങ്ങളുടെ സങ്കല്പം മാത്രം. ഈ അനഘ ജീവിച്ചിരിക്കുമ്പോ അതിന് സമ്മതിക്കില്ല. എന്നെ ചതിച്ചതുപോലെ സ്നേഹ ചതിക്കപ്പെടില്ല. അവസാനം ഒരു നിവൃത്തിയില്ലാന്ന് വന്ന ഞാൻ എല്ലാരോടും വിളിച്ചു പറയും. അതിലാദ്യത്തേത് അവന്തികയുടെ പരപുരുഷ ബന്ധത്തെക്കുറിച്ച് തന്നെയായിരിക്കും. അതെന്റെ തലയും ഉടലും വേറെ കിടക്കുന്നതിന് മുന്നേ തന്നെ പറയുകയും ചെയ്യും. ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ സ്നേഹയുടെ വിവാഹം നടത്തി കാണിക്കേ. അർച്ചനേട്ടത്തെ ഒറ്റയ്ക്ക് പരാജയപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. പിന്നെയല്ലേ അർച്ചന അനഘയെ ഒന്നിച്ചു നിൽക്കുമ്പോ. ധനുഷിന്റെ സ്നേഹയുടെ വിവാഹം നടക്കില്ല. നടത്തില്ല അനഘ. നല്ലൊരടി. അതാണ് നീ ഇപ്പൊ പറഞ്ഞുള്ള മറുപടി. എന്നിട്ട് ഞാനത് ചെയ്യാത്തത് നിന്നെ വളർത്തിയതും നോക്കിയതും ദേ ഇവളായതുകൊണ്ട് നിന്നെ തല്ലിയിട്ടും കാര്യമില്ലെന്നറിയാവുന്നതുകൊണ്ടാ. നീ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു. നീ എന്താ പറഞ്ഞത്? ഈ വിവാഹം നീ മുടക്കൊന്നല്ലേ? എങ്കിൽ നീ ഒന്ന് മുടക്കി കാണിക്ക്, ഞാനൊന്ന് കാണട്ടെ. ഈ വിവാഹം തീരുമാനിച്ചത് ഈ നന്ദന. അത് ഞാൻ നടത്തുകയും ചെയ്യും. അതിന്റെ മുകളിൽ കയറി സംസാരിച്ചാലുണ്ടല്ലോ, നീ മുടക്കാൻ നോക്ക്. എന്റെ അനിയത്തിയുടെ വിവാഹം മുടക്കുന്നതിന്റെ അന്ന് തന്നെയായിരിക്കും ചേച്ചിയുടെ അനിയത്തിയുടെയും ഈ വീട്ടിലുള്ള താമസവും മുടങ്ങുന്നത്. ഇറങ്ങി പൊടി പുറത്ത് ഇറങ്ങി പോവാൻ.